ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വീഡിയോ അപ്ഡേറ്റ്സ് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, ടെക്നോടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഫോട്ടോ നമ്മുടെ ഫോൺ കോൾ ഡയലർ പാഡിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഫോൺ എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തപ്പിയാൽ ലഭിക്കത്തില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമുക്കിത് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. ഇനി നമുക്ക് മുകളിലുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അതിൽ നമുക്ക് ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് കോൺടാക്ട്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഫേവറേറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫേവറേറ്റ്സ് കാണാൻ പറ്റും. പിന്നെ ഗ്രൂപ്പ്സ്, ഇവിടെ നമുക്ക് കോവർക്കേഴ്സ്, ഫാമിലി, ഫ്രണ്ട്സ്, നമുക്ക് അവരുടെയൊക്കെ കോൺടാക്ട്സ് നമുക്ക് ഓരോ ഗ്രൂപ്പായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കോൺടാക്ട്സ് ഒക്കെ ആഡ് ചെയ്ത് വെക്കാം. വേറെ ആയിട്ട് കോവർക്കേഴ്സ്, ഫാമിലി ഒക്കെ. ഇവിടെ നമുക്ക് ബ്ലോക്ക്ഡ് കോൾസും നമുക്കിവിടെ കാണാം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ 3 ഡോട്ട് ഓപ്ഷൻ കാണാൻ പറ്റും ഡയൽ പാഡിന് മുകളിൽ. അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഡയൽ പാഡ് സെറ്റിംഗ്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് ഡയൽ പാഡ് മോഡിലേക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡയൽ പാഡ് ഫുൾ സ്ക്രീനിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ സ്ക്രീനിലേക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം. ഓക്കെ, ഫുൾ സ്ക്രീൻ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഹോം പേജിൽ പോയി നോക്കാം ഫുൾ സ്ക്രീൻ എങ്ങനെയാണ് ലുക്ക് കാണാൻ. അപ്പോൾ നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഇനി നമുക്ക് വീണ്ടും സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഡയൽ പാഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പേഴ്സണലൈസ്ഡ് സെറ്റിംഗ്സ് കാണാൻ. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് തീം സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം, ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡയൽ പാഡ് ബാക്ക്ഗ്രൗണ്ട്, കോൾ ലോഗ് ബാക്ക്ഗ്രൗണ്ട്, കോൺടാക്ട് ലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ നമുക്ക് ഡയൽ പാഡ് ബാക്ക്ഗ്രൗണ്ടാണ് ചേഞ്ച് ചെയ്ത് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ഗാലറി സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് വേണ്ട രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഹോം പേജിൽ പോയി നോക്കാം. നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫോട്ടോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ ഒക്കെ ഡയൽ പാഡിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. എന്നിട്ട് നോർമലി നമ്മൾ കോൾ ചെയ്യുന്നത് പോലെ തന്നെ കോൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. പിന്നെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യണേ. വീണ്ടും കാണാം പുതിയ മറ്റൊരു ടെക്നോളജി വീഡിയോയുമായി. താങ്ക് യു.